നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു. ഇത്തരം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പിന്തുണ എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി അഥവാ PMEGP. കേന്ദ്ര MSME മന്ത്രാലയത്തിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതി പ്രകാരം ഉൽപ്പാദന സേവന മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സബ്സിഡി ആനുകൂല്യം ലഭ്യമാക്കി വരുന്നു. ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് ഇത്തവണ ജനക്ഷേമത്തിൽ. PMEGP പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശങ്ങളിലും സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് PMEGP. സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നതിലുപരി പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പ്രകാരം ആരംഭിക്കുന്ന സംരംഭങ്ങളിൽ മുടക്കുമുതലിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ അഥവാ സ്ഥിര മൂലധന നിക്ഷേപത്തിൽ ഓരോ 3 ലക്ഷത്തിനും ഒരു തൊഴിൽ വീതം ജനറേറ്റ് ചെയ്യണം അഥവാ സൃഷ്ടിക്കപ്പെടണം എന്നത് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നാണ്. മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളുടെ ഒരു ഡെഫിനിഷൻ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൈക്രോ സംരംഭം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടേൺ ഓവർ ബേസിലും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലും വളരെ മുമ്പുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു മൈക്രോ സംരംഭം ഇവിടെ സ്ഥാപിക്കുന്നതിന് ഈ PMEGP സ്കീം അനുസരിച്ച് നഗരപ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ 2 രീതിയിലാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സബ്സിഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വായ്പാ ബന്ധിത പദ്ധതിയാണ്. നമുക്കറിയാം, ഒരു ബാങ്കും ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വായ്പ പൂർണ്ണമായും നൽകാറില്ല. അതായത് ആ സംരംഭം ആരംഭിക്കുന്നതിനുള്ള മുഴുവൻ തുകയും ബാങ്ക് വായ്പയായി നൽകാറില്ല. പലപ്പോഴും അതിൻ്റെ ഒരു വിഹിതം ഗുണഭോക്താവ് വഹിക്കേണ്ടി വരും. ഈ പദ്ധതി പ്രകാരം നമുക്കറിയാം, സാധാരണ ഇതര പദ്ധതികളിൽ എന്ന പോലെ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളെ 2 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പൊതുവിഭാഗമെന്നും സ്പെഷ്യൽ അഥവാ പ്രത്യേക വിഭാഗങ്ങൾ. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്തൃ വിഹിതം പൊതുവിഭാഗത്തിന് 10%, സ്പെഷ്യൽ അഥവാ പ്രത്യേക വിഭാഗത്തിന് 5% മാത്രമാണ് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് PMEGP. സോഷ്യലി റിസർവ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സ്, ഇപ്പോൾ SC/ST, മൈനോറിറ്റി, ദെൻ ഫിസിക്കലി സ്പെഷ്യലി ഏബിൾഡ് അങ്ങനെയുള്ള കാറ്റഗറിക്കും പിന്നെ വനിതകൾക്കും. അപ്പോൾ വനിതകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അതിനകത്ത് യാതൊരു സോഷ്യൽ ഡിസ്ക്രിമിനേഷനും ഇല്ല. എല്ലാ വനിതകൾക്കും ഗ്രാമപ്രദേശങ്ങളിൽ 35%, നഗരപ്രദേശങ്ങളിൽ 25% സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമാണ് ഈ PMEGP. ഇതിൽ ഉൽപ്പാദന മേഖലയിലാണെങ്കിൽ പ്രോജക്റ്റ് കോസ്റ്റ് എത്രയായിരുന്നാലും 50 ലക്ഷം രൂപ വരെയുള്ള ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിന് ഞങ്ങൾ സബ്സിഡി കൊടുക്കും. നഗര ഗ്രാമപ്രദേശങ്ങളിൽ വ്യത്യസ്ത നിരക്കിലുള്ള സബ്സിഡിയാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്. നഗരപ്രദേശങ്ങളിൽ പൊതുവിഭാഗത്തിന് 15%, പ്രത്യേക വിഭാഗത്തിന് 25% സബ്സിഡിയായി നൽകുന്നത്. ഗ്രാമപ്രദേശങ്ങളിലാവട്ടെ പൊതുവിഭാഗത്തിന് 25%, പ്രത്യേക വിഭാഗത്തിന് 35% വരെയും സബ്സിഡി ഈ പദ്ധതി പ്രകാരം ലഭ്യമാകും. പ്രത്യേക വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ സർക്കാർ പദ്ധതികളിൽ എന്ന പോലെ SC, ST, OBC, ഭിന്നശേഷിക്കാർ, എക്സ് സർവീസുകാർ, എല്ലാത്തിലുപരി വനിതകൾ, എല്ലാ വിഭാഗത്തിലും പെട്ട വനിതകൾ PMEGP പദ്ധതി പ്രകാരം പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന വിഭാഗമാണ്. ഉൽപ്പാദനം, സേവനം എന്നീ 2 മേഖലയിൽപ്പെട്ട സംരംഭങ്ങൾക്കാണ് PMEGP പദ്ധതി പ്രകാരം സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. ഉൽപ്പാദന സംരംഭമാണെങ്കിൽ പരമാവധി 50 ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങൾക്ക് PMEGP പദ്ധതി പ്രകാരം സബ്സിഡി ആനുകൂല്യം ലഭ്യമാകും. സേവന സംരംഭങ്ങളാണെങ്കിൽ ഇതിൻ്റെ പരിധി 20 ലക്ഷമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കച്ചവട സംരംഭങ്ങളെ
PMEGP പദ്ധതി പ്രകാരം ചില സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കച്ചവട സ്ഥാപനങ്ങൾക്ക് PMEGP പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. ഉൽപാദന വിഭാഗത്തിന് 50 ലക്ഷം വരെ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ബാങ്ക് വായ്പ ലഭിക്കുന്നതിന് ഇത് ഒരു തടസ്സമേ ആകുന്നില്ല. 50 ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് ബാങ്ക് വായ്പ അനുവദിക്കാനും സാങ്കേതികമായി ഇവിടെ യാതൊരു തടസ്സവും ഇല്ല എന്ന് അർത്ഥം. പക്ഷേ സബ്സിഡി ലഭിക്കുന്ന പരിധി എന്നത് 50 ലക്ഷം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സേവന സംരംഭങ്ങളിലും. സേവന സംരംഭങ്ങളിൽ 20 ലക്ഷം എന്ന പരിധി ലംഘിച്ചാൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വായ്പ ബാങ്കുകൾക്ക് ലഭ്യമാക്കുന്നതിന് നിയമപരമായി സാങ്കേതികപരമായി തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ PMEGP പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞത്. പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, അതായത് PMEGPയിൽ ഒരുപാട് സ്കീമുകളുണ്ട്. നമുക്ക് പറ്റുന്ന ഏത് സ്കീമാണോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തെ സമീപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരെനിക്ക് ഗൈഡൻസ് തന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ ബാങ്കിനെ സമീപിക്കുന്നത് എങ്ങനെയാണ്, പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ ഫുൾ A to Z കാര്യങ്ങളും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. പിന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെനിക്ക് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി തന്നു. ഞാൻ ഈ PMEGP പദ്ധതി വഴി എന്ത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കുറേ തിരഞ്ഞു. ഫുഡ് ചെയ്യണോ, അങ്ങനെ കുറേ നോക്കിയിട്ടാണ് അവസാനം ഞാൻ ഈ ഒരു പ്രോഡക്റ്റിലെത്തിയത്. ഇത് കർപ്പൂരമാണ്. കർപ്പൂരത്തിൻ്റെ അതായത് കർപ്പൂരത്തിൽ തന്നെ എത്താൻ എന്താ കാരണം എന്ന് വെച്ചാൽ, കർപ്പൂരത്തിനെ കുറിച്ച് കുറേ റിസർച്ച് ചെയ്ത് ഞാൻ പുറത്തുനിന്ന് വരുന്ന കർപ്പൂരം എല്ലാം മായം കലർന്ന കർപ്പൂരമാണ് വരുന്നത്. അപ്പം ഞാൻ നമുക്കിവിടെ മായം കലരാത്ത പ്യുവർ കർപ്പൂരം എന്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൂടാന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് എത്താൻ കാരണം. ഇതാണ് എൻ്റെ കർപ്പൂര യൂണിറ്റ് മെഷീൻ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് നേരത്തെ കാര്യമേ ഉള്ളൂ ഈ കർപ്പൂരം മേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ ഓൺലൈനിൽ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെ ഓരോ കമ്പനിയിൽ നിന്നും ഇൻവോയ്സ് എടുത്ത് നമുക്ക് പറ്റിയ നമുക്ക് വേണ്ട നല്ല മെഷീൻ നോക്കി തന്നെ നമ്മൾ ഇൻവോയ്സ് സെലക്ട് ചെയ്ത് ബാങ്കിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ബാങ്കും അവർ കമ്പനിയായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്തിട്ടാണ് ഈ പേയ്മെൻറ്റ് ബാങ്കുകാർ അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഫുൾ എമൗണ്ട് തന്നെയാണ് അവർക്ക് കൊടുത്ത് തന്നെയാണ് ഈ മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. PMEGP പദ്ധതി പ്രകാരം 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതായത് ഉയർന്ന പ്രായപരിധി ഈ പദ്ധതിക്ക് ബാധകമല്ല. 18 കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാണ്. വിദ്യാഭ്യാസ യോഗ്യതയും ഈ പദ്ധതി പ്രകാരം നിർബന്ധമല്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് ഉൽപാദന സംരംഭമാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ മുതൽ മുടക്കുണ്ടെങ്കിൽ അതിന് 8ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന ഒരു നിബന്ധന പറയുന്നുണ്ട്. അതുപോലെ തന്നെ സേവന സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപയിൽ കൂടുതലാണ് മുടക്കുമുതലെങ്കിൽ അതിനും 8ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ആനുകൂല്യം ലഭ്യമാകാൻ വരുമാന പരിധി ബാധകമല്ല. വരുമാനം എത്രയായിരുന്നാലും PMEGP പദ്ധതി പ്രകാരം നമുക്ക് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമാകും. PMEGP പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാകുന്നത് എപ്പോഴും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാണ്. നിലവിലുള്ള സംരംഭങ്ങൾക്ക് PMEGP പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമല്ല. വിജയസാധ്യതയുള്ളതും മുൻ നിശ്ചയിച്ച പട്ടികയിൽ ഉൾപ്പെട്ടതുമായ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് PMEGP പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. മികച്ച ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനൊപ്പം അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങൾക്കും ഒരു സംരംഭം തുടങ്ങി മുന്നേറാൻ സാധിക്കും.
ഇന്ത്യയിൽ 3 ഏജൻസികളാണ്, കേരളത്തിൽ 3 ഏജൻസികൾ നടപ്പിലാക്കുന്നത്. KVIC, കേരള വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ദെൻ KVIB ബോർഡ്, ദെൻ DIC. അവർക്ക് രണ്ടുപേർക്കും 30%, DICക്ക് 40%. നഗരപ്രദേശങ്ങളിൽ ഇത് DIC മാത്രമാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ 40%ആണ് നമ്മൾക്ക് റിസർവ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ മൊത്തത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഇതുവരെയുള്ള 70% ഈ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രമായിട്ട് കാണാൻ കഴിയും. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ, ഭർത്താവ് എന്നിവരെ മാത്രമാണ്. മക്കളോ അവരുടെ രക്ഷകർത്താക്കളോ ഈ കുടുംബത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. കോടിക്കണക്കിന് രൂപയാണ് സബ്സിഡിയായി ഇതുവരെ കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ സംസ്ഥാനത്ത് സംരംഭ വികസനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PMEGP സ്കീം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്കീം നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ സംരംഭ മേഖലയിൽ ഏറ്റവും നമ്പർ 1 ആയി. ഞങ്ങളുടെ ESSനപ്പുറം ചെറിയ മൈക്രോ സംരംഭകർക്ക് ഒരു അത് ഈ സ്കെയിലപ്പ് ചെയ്ത പല സ്ഥാപനങ്ങൾ നോക്കിയാലും നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറും കൂടിയിട്ടുള്ള സ്ഥാപനങ്ങൾ നോക്കിയാലും അവരെ തുടക്കം PMEGPയിൽ നിന്നാണ്. ഇതൊരു വായ്പാ ബന്ധിത പദ്ധതിയാണ്. അതായത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് മാത്രമാണ് PMEGP പദ്ധതി പ്രകാരമുള്ള സബ്സിഡി ലഭ്യമാകുന്നത്. അപ്പോൾ അതിലേക്ക് അപേക്ഷ നൽകേണ്ടത് ബാങ്കിലേക്കാണ്. ബാങ്ക് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് ബാങ്കിലേക്കും നമുക്ക് PMEGP പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വായ്പയുടെ തിരിച്ചടവ് കാലാവധി സാധാരണ 3 വർഷം മുതൽ 7 വർഷം വരെയാണ് അനുവദിക്കുന്നത്. ഈ വായ്പയ്ക്കുള്ള പലിശ നിശ്ചയിക്കുന്നത് അതാത് ബാങ്കിൻ്റെ നയമനുസരിച്ചാണ്. റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പല ബാങ്കുകളും വ്യത്യസ്തമായ തരത്തിലുള്ള പലിശ നിരക്കുകളാണ് ഈടാക്കാറുള്ളത്. സാധാരണഗതിയിൽ 9 മുതൽ 12, 13 വരെ ചില ബാങ്കുകൾ ഈടാക്കാറുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 9, 10 എന്നൊക്കെയാണ്. PMEGP പദ്ധതിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ആകെ പദ്ധതി ചെലവിൻ്റെ 60% ഫിക്സഡ് അസറ്റ് അഥവാ സ്ഥിര മൂലധന നിക്ഷേപമായിട്ട് മാറ്റേണ്ടതുണ്ട്. അതായത് PMEGP പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാകണമെങ്കിൽ പ്രവർത്തന മൂലധനം അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ 40% കൂടാൻ പാടില്ല എന്ന്. പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് അഥവാ വായ്പ ലഭ്യമാക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. നേരിട്ട് അപേക്ഷ ബാങ്കിലോ മറ്റു ഓഫീസുകളിലോ കൊടുക്കേണ്ട കാര്യം ഇല്ല. PMEGP പോർട്ടലിൽ ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ അപേക്ഷ നേരിട്ട് തന്നെ സമർപ്പിക്കാം. രജിസ്റ്റർ ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷനും ഒരു യൂസർ ID-യും പാസ്വേഡും ലഭിക്കുന്നതാണ്. ഇത് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും വേണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട ചില ഡോക്യുമെൻറ്റ്സ് കൂടിയുണ്ട്. ഫോട്ടോ, ആധാർ കാർഡ്, റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗ്രാമപ്രദേശത്തും നഗരപ്രദേശത്തും വ്യത്യസ്ത തരത്തിലുള്ള സബ്സിഡി നിരക്കുകളാണ് ലഭ്യമാക്കുക. അപ്പോൾ ഒരു സ്ഥാപനം ഗ്രാമീണ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് റൂറൽ ഏരിയ സർട്ടിഫിക്കറ്റ്. ഇത് നഗരപ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്ക് നിർബന്ധമല്ല, ആവശ്യമില്ല. ഇതിനോടൊപ്പം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും ആവശ്യമാകുന്ന പക്ഷം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എനിക്ക് മുമ്പ് കുവൈറ്റിലായിരുന്നു ജോലി. അപ്പോൾ നാട്ടിൽ നിന്നൊരു സംരംഭം തുടങ്ങാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് PMEGPയുടെ സ്കീമിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞതും. അങ്ങനെ നമ്മുടെ പാപ്പനംകോട് യൂണിയൻ ബാങ്കിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് പോയത്. നല്ല സഹകരണമായിരുന്നു. എനിക്ക് അവിടുത്തെ മാനേജർ നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ നമ്മുടെ DIC ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ നല്ലൊരു സഹകരണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
എനിക്ക് PMEGP ഫണ്ട് വഴി കിട്ടിയ മെഷീൻ എന്ന് പറഞ്ഞാൽ പേപ്പർ ബോട്ടം ഫോൾഡ് മെഷീനാണ്. ഇതിൽ തന്നെ സിംഗിൾ ടൈം ആണ് നമുക്ക് പേസ്റ്റിങ്ങും ബോട്ടം പേസ്റ്റും എല്ലാം ചെയ്ത് റണ്ണായി വരുന്ന ഒരു മെഷീനാണ്. ഇത് നമുക്ക് ഇതേപോലത്തെ പേപ്പർ കവേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഞാൻ ഇപ്പം തുടക്കമായതുകൊണ്ട് ഈ ഒരു ചെറിയ രീതിക്കാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു മെഷീൻ മാത്രം വെച്ച് നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. ചിലപ്പം ഭാവിയിൽ ഇതേപോലത്തെ ഇതിനേക്കാളും നല്ല മെഷീനൊക്കെ വരാം. എല്ലാത്തരം സംരംഭങ്ങളും PMEGP പദ്ധതി പ്രകാരം ആരംഭിക്കാവുന്നതാണ്. കച്ചവടം ഒഴികെയുള്ള എല്ലാത്തരം സംരംഭങ്ങളും. എന്നാൽ ചില പ്രത്യേക സംരംഭങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സിഗരറ്റ് നിർമ്മാണം, ബീഡി നിർമ്മാണം, പാൻ മസാല നിർമ്മാണം, മദ്യം നിർമ്മാണം തുടങ്ങിയവയൊന്നും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കുന്ന പ്രോജക്റ്റുകളല്ല. അതോടൊപ്പം തന്നെ മാംസ സംസ്കരണം, നേരിട്ട് മാംസ സംസ്കരണം നടത്തുന്ന സ്ഥാപനങ്ങളെയും അഥവാ പ്രോജക്റ്റുകളെയും PMEGP പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 75 മൈക്രോണിൽ താഴെയുള്ള പോളിത്തീൻ ബാഗുകൾ നിർമ്മാണവും PMEGP പദ്ധതി പ്രകാരം നെഗറ്റീവ് ലിസ്റ്റിലാണ് പെടുത്തിയിട്ടുള്ളത്. പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഡയറി ഫാമുകളും പൗൾട്രി ഫാമുകളുമൊക്കെ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് അർഹരാണ്. തേനീച്ച വളർത്തൽ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള മത്സ്യം വളർത്തൽ തുടങ്ങിയ സംരംഭങ്ങൾക്കും PMEGP പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വായ്പകൾ ലഭ്യമാകുന്നതിന് സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ ബാങ്കുകളെയാണ് സാധാരണഗതിയിൽ സമീപിക്കേണ്ടത്. മറ്റാവശ്യങ്ങൾക്കായി ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ജില്ലയിലെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷ പദ്ധതി നിർവഹണം നടത്തുന്ന സ്ഥാപനങ്ങളായ KVIC, KVIB, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവയുടെ പോർട്ടലുകളിലേക്കാണ് അയക്കപ്പെടുന്നത്. നിർവഹണ ഏജൻസികൾ ലഭ്യമാകുന്ന അവരുടെ പോർട്ടലിൽ ലഭ്യമാകുന്ന അപേക്ഷകൾ പരിശോധിച്ച് മറ്റ് ന്യൂനതകളൊന്നും തന്നെ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്കിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ബാങ്കിൽ ലഭിക്കുന്ന അപേക്ഷകൾ ബാങ്കുകൾ പരിശോധിച്ച് ഇത് ലാഭകരമാണ് എന്ന് തോന്നുകയും പാർട്ടിക്ക്, അതായത് അപേക്ഷകന് തിരിച്ചടവ് ശേഷി ഉണ്ട് എന്ന് ബാങ്കിന് ബോധ്യമാകുന്ന പക്ഷം വായ്പ അനുവദിക്കാറാണ് പതിവ്. PMEGP പദ്ധതി പ്രകാരം സബ്സിഡി ലഭ്യമാക്കുന്നതിന് ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. EDP, സംരംഭകത്വ വികസന പരിപാടി എന്നാണ് അതിന് പറയുന്നത്. ഇത് ബാങ്കുകളുടെ ഏജൻസിയായ RSET, റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താറുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ നടത്താറുണ്ട്. മറ്റു പല ഏജൻസികളും ഇത്തരം ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് ഓൺലൈനായി തന്നെ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനും PMEGP പോർട്ടൽ വഴി അവസരം ഉണ്ടാക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങൾക്ക് EDP ട്രെയിനിങ് നിർബന്ധമല്ല. 5 ലക്ഷം വരെയാണ് പ്രോജക്റ്റെങ്കിൽ 5 ദിവസത്തെ ഒരു ട്രെയിനിങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 ലക്ഷത്തിൽ കൂടുതലാണ് പദ്ധതി ചെലവിൽ തുകയെങ്കിൽ അതിന് 10 ദിവസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കേണ്ടി വരും. വായ്പ അനുവദിച്ചതിന് ശേഷം ബാങ്കുകൾ ഓൺലൈൻ വഴി സബ്സിഡിക്കായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ആയതിന് സ്ഥാപനത്തിൻ്റെ ഫോട്ടോയും സംരംഭകൻ്റെ EDP സർട്ടിഫിക്കറ്റും കൂടി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലഭ്യമാകുന്ന സബ്സിഡി നേരിട്ട് ലോൺ അക്കൗണ്ടിലേക്കല്ല വരുന്നത്. ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും 3 വർഷം കഴിഞ്ഞ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയതിന് ശേഷം ലോൺ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതുമാണ് പതിവ്. എന്നാൽ ഈ തുകയ്ക്ക് തുല്യമായ തുകയ്ക്കുള്ള വായ്പയ്ക്ക് പലിശ തിരിച്ചടക്കേണ്ടതില്ല. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപ വായ്പയെടുത്ത് ആരംഭിക്കുന്ന ഒരു സംരംഭത്തിന് 1,4 ലക്ഷം രൂപ അഥവാ അല്ലെങ്കിൽ 1,4 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിച്ചാൽ ഈ ലഭിക്കുന്ന സബ്സിഡിയിൽ ഒഴിച്ചുള്ള തുകയ്ക്ക് ബാക്കി വരുന്ന 3,4 ലക്ഷം രൂപയ്ക്ക് മാത്രമേ
പിന്നീട് പലിശ ഈടാക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പുതിയതായി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് മാത്രമേ PMEGP പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ എന്നാണ്. എന്നാൽ നിലവിലുള്ള PMEGP യൂണിറ്റുകൾ വിപുലീകരിക്കുന്നതിന് വേണ്ടി പുതിയതായി വായ്പ നേടിയെടുക്കാൻ ഈ പദ്ധതി പ്രകാരം കഴിയും എന്നത് പുതിയതായി വന്ന ഒരു സവിശേഷതയാണ്. നിലവിൽ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പാദന മേഖലയിൽപ്പെട്ട PMEGP സംരംഭത്തിന് 1 കോടി രൂപ വരെ വായ്പയും ആയതിൻ്റെ 10% സബ്സിഡിയും ലഭ്യമാക്കുന്നതാണ്. ഇത് സേവന സംരംഭങ്ങളാണെങ്കിൽ 25 ലക്ഷം രൂപ വരെയും പുതിയതായി വായ്പ ആനുകൂല്യം ലഭ്യമാണ്. പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി പ്രകാരം സംരംഭങ്ങൾ തുടങ്ങാൻ വിവിധ വകുപ്പുകളുടെ അനുമതികൾ, ലൈസൻസുകൾ എന്നിവ വേണ്ടിവരും. ഇവ വേഗത്തിൽ ലഭ്യമാക്കാൻ ഡിജിറ്റൽ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് PMEGP പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു സ്കീം നമ്മുടെ സംരംഭ വികസന മേഖലയിൽ വളരെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 27 വരെ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും അടുത്ത ഗവൺമെൻറ്റുകളും ഈ സ്കീം ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീമാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീമാണ്. ഒരു സംരംഭകന് തൊഴിൽ കൊടുക്കുന്നതിനപ്പുറം ഓരോ ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴും അഡീഷണൽ ഒരാൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ജില്ലാ വ്യവസായ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി മലയാളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. എല്ലാ ഗവൺമെൻറ്റുകളും അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഈ സ്കീം ഈ കേരളത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ വളരെ വലിയ പങ്കുവച്ച ഒരു സ്കീമാണ്. PMEGP പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഒരു സംരംഭ ആശയമായി വരുന്ന ഏതൊരു വ്യക്തിക്കും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ നൽകി വരുന്നു. ഒരു സംരംഭകൻ ഈ നാട്ടിലെ നിയമങ്ങൾ പാലിച്ചു കൊള്ളാം എന്ന് ഡിജിറ്റലി ഒന്ന് അപ്രൂവ് ചെയ്താൽ, ഇപ്പോൾ പഞ്ചായത്ത് ലൈസൻസ് വേണം, പൊല്യൂഷൻ വേണം, ഫയർ ആൻഡ് NOC വേണം, ഓരോ സംരംഭങ്ങളുടെ സ്വഭാവ വൈജാത്യങ്ങളനുസരിച്ച് പല പല സർട്ടിഫിക്കറ്റുകളും നിരാക്ഷേപത്രങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഞാൻ പാലിച്ചു കൊള്ളാം, ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ സീബ്ര ക്രോസ് വഴി പോകണം എന്നൊരു ശ്രദ്ധ ചെലുത്തുന്ന പോലെ ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ അനുശാസിച്ചു കൊള്ളാം എന്ന് ഡിജിറ്റലി സൈൻ ചെയ്താൽ ഓൺ ദ സ്പോട്ട് ലൈസൻസ് കിട്ടിയാണ്. ദാറ്റ് ഈസ് KCIT. പിന്നെ 3 വർഷത്തിനകം, ഇപ്പോൾ വീണ്ടും നിയമം മാറ്റി 3.5 വർഷത്തിനകം ഈ ലൈസൻസിലെടുത്താൽ മതി. പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതിന് 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും ബാങ്കിൽ സമർപ്പിക്കേണ്ടത്. നമ്മൾ സമർപ്പിക്കുന്ന പ്രോജക്റ്റ് ലാഭക്ഷമതയുള്ളതാണ് എന്നും യാഥാർത്ഥ്യബോധത്തോടെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നും ബാങ്കിന് ബോധ്യം വരുന്ന തരത്തിലുള്ള പദ്ധതികളാവണം നമ്മൾ ബാങ്കിൻ്റെ മുന്നിൽ എപ്പോഴും സമർപ്പിക്കേണ്ടത്. അത്തരം പദ്ധതികൾ സാധാരണഗതിയിൽ ഒരു ബാങ്കുകളും നിഷേധിച്ചതായി കണ്ടിട്ടില്ല. പ്രോജക്റ്റ് സംബന്ധിച്ചും മറ്റ് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെയോ വ്യവസായ വികസന ഓഫീസർമാരെയോ സമീപിക്കാവുന്നതാണ്. സംരംഭകൻ്റെ തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ബാങ്കുകൾ വായ്പ അനുവദിക്കാറുള്ളൂ. മുൻകാലങ്ങളിൽ വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയിട്ടുള്ളവർക്ക് സാധാരണഗതിയിൽ ബാങ്കുകൾ വായ്പ നൽകാൻ വിമുഖത കാണിക്കാറാണ് പതിവ്. പുതുതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭകർക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ ഇത് തുടങ്ങാൻ തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിൽ തുടങ്ങി ഒരു 2-2.5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഞാൻ ചെയ്തത്. പുതുതായിട്ട് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ലൊരു സ്കീമാണ് PMEGPയുടെ ഈ സ്കീം. PMEGP എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടൊരു പദ്ധതിയാണ്. നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണോ അതിനനുസരിച്ചായിട്ടുള്ള ബാങ്കിൽ സമർപ്പിക്കുക, അവിടുത്തെ ഗൈഡൻസ് ചോദിക്കുക, ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ സജഷൻസ് തേടുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. പുതുതായി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒരു അനുഗ്രഹമാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി. കേരളത്തിൽ നിന്ന് വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ഒട്ടേറെ സംരംഭങ്ങൾക്ക് PMEGP പദ്ധതിയിലൂടെ മികച്ച അടിത്തറപ്പാകുവാൻ കഴിഞ്ഞു. നിങ്ങളും പരമാവധി ഈ പദ്ധതിയുടെ ഗുണം പ്രയോജനപ്പെടുത്തി സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.